നീ എന്നെ പട്ടിണിക്കിടാന്ന് വിചാരിച്ചല്ലേ? നീ മനസ്സിൽ കാണുന്നതിന് മുമ്പ് ഞാൻ മാനത്ത് കാണും. ഗതികേട്ടിന് എനിക്ക് കുറച്ച് കാശിന് ആവശ്യമായിരുന്നു. അതിന് വേറെ വല്ല വഴിയും കണ്ടിരുന്നെങ്കില് ഞാൻ നിന്നെയും ആ കൈമളുണ്ടല്ലോ അവനെയും കൊണ്ട് മൂക്കുകൊണ്ട് എന്നേൽപ്പിച്ചേനെ. അറിയാടി, യഥാർത്ഥ പ്രണയത്തെ തിരിച്ചറിയാനുള്ള ഒരു എളുപ്പവഴി ഓഷോ രജനീഷ് പറയുന്നുണ്ട്. നിങ്ങളുടെ പ്രണയത്തിൽ ദുഃഖമുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഉറപ്പിക്കുക അത് പ്രണയമല്ല. പ്രണയം ആനന്ദമാണ്. ശരീരവും ആത്മാവും നിറയുന്ന ആനന്ദം. അവിടെ എവിടെയാണ് ഇനി ആ ദുഃഖത്തിനിടം? ശരി, പറഞ്ഞോളൂ, ഞാൻ കേൾക്കാൻ കാതോർത്തിരിക്കാം. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഐ ഹേറ്റ് യു. ഇറ്റ്സ് ഇംപോസിബിൾ. തോക്കെടുത്തോ, പക്ഷെ തോക്കാൻ വേണ്ടിയാകരുതെന്ന് മാത്രം. ഒറ്റ കയ്യിൽ ഡബിൾ ബാരൽ പൊക്കി എയിം ചെയ്യുന്ന നേരമൊന്നും എനിക്ക് വേണ്ട. ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ 6 അടി 1.5 ഇഞ്ചിൽ സവാരി കിരികിരി നടത്തും. മിസ്റ്റർ ഇൻസ്പെക്ടർ, ഞാൻ യൂണിഫോമിലായിരുന്നു വന്നിരുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നേനെ. മൈൻഡ് ഇറ്റ്. എന്റെ ഞരമ്പിലൂടെ ഓടുന്ന രക്തത്തിന്റെ ശുദ്ധിയിൽ എനിക്ക് സംശയമില്ലാത്തടത്തോളം ഇവരുടെ ഉത്തരം എന്ത് തന്നെയായിരുന്നാലും വിഷയമാവില്ല എനിക്ക്. മോനെ, ആനയെ വാങ്ങാം, പോത്തിനെ വാങ്ങാം, എസ് ക്ലാസ് ബെൻസ് വാങ്ങാം. പണം മാത്രം ഉണ്ടായാൽ മതി. ഒരു പെണ്ണിന്റെ മനസ്സിലെ ഇഷ്ടം വാങ്ങാൻ കിട്ടില്ല.